കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. രാജ്യാന്തര റാക്കറ്റിലെ കണ്ണികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശികളായ ഷാജഹാൻ, ദിലീഫ് എന്നിവരാണ് പിടിയിലായത്. കടവന്ത്ര സ്വദേശിയിൽ നിന്ന് 18 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് ഈ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എന്താണ്, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പിന്റെ ഒരു രീതി? കാരണം ഈ ഷെയർ ട്രേഡിംഗ്, അതിൽ വലിയ തുക വാഗ്ദാനം ചെയ്യുന്നു. ചില മാസങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് ഈ ഒന്നാം പ്രതിയായ അഷ്റഫിന്റെയൊക്കെ അക്കൗണ്ടിലേക്ക് 12 കോടിയോളം രൂപ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് കണ്ടെത്തൽ. എന്താണ്, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ്? പ്രജിൻ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് അപ്പോളോ എന്നൊരു ആപ്ലിക്കേഷൻ മുഖാന്തരം പനമ്പള്ളി നഗർ സ്വദേശിയുടെ പക്കൽ നിന്ന് 18 ലക്ഷം രൂപ 2024 തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ഇവരുടെ പശ്ചാത്തലവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രണ്ടുപേരും, ഷാജഹാനും ദിലീഫും, ഈ സംഘത്തിലെ പ്രധാനികളാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് നേപ്പാൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട്. നേപ്പാൾ എത്തി ഇവർ ഡയറക്റ്റായി ഇടപാടുകൾ നടത്തിയതിൻ്റെയും പണം കൈമാറിയതിൻ്റെയും ഒക്കെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഷാജഹാന്റെ അക്കൗണ്ടിലേക്ക് മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 11 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. ഏകദേശം 2000-ഓളം അക്കൗണ്ടുകളാണ് ഈ സംഘങ്ങൾ നിയന്ത്രിച്ചിരുന്നതെന്നും സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണിൽ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് ഈ 2000-ഓളം അക്കൗണ്ടുകളും ഒരേ സമയം ഇവർ നിയന്ത്രിച്ചിരുന്നത്. അതായത് OTP അടക്കമുള്ള വിവരങ്ങൾ ഇവരുടെ ഫോണിലേക്കാണ് എത്തിയിരുന്നതെന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുമുണ്ട്. രാജ്യത്താകെ 71ഓളം പരാതികളാണ് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 31ഓളം കേസുകളും എടുത്തിട്ടുണ്ട്. ഇവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരത്തിൽ കേസുകൾ അട്ടിമറിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികളെ ഇന്ന് റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് കൊച്ചി സൈബർ പോലീസിന്റെ തീരുമാനം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. രാജ്യാന്തര റാക്കറ്റിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായ ഈ രണ്ടുപേരും.